RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗിലെ രണ്ടാമത്തെ സെമിഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. എന്താ പറയാ, അയ്യോ, ഉറക്കം വന്ന് ഇങ്ങനെ 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 കണ്ണടഞ്ഞു പോകും. അപ്പൊ കമന്ററിയിൽ ഇങ്ങനെ പറയാം, ഗ്രേസ്മാൻ ജൂലിയൻ ആൽവാരസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറക്കും, കുറച്ചേരം കാണും, പിന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോവും. ഇതന്നെയായിരുന്നു കളി. 1-1 സമനില പിരിഞ്ഞു. മിനിഞ്ഞാന്ന് നടന്ന മത്സരത്തിൽ ബയർൻ മ്യൂണിക്ക് വിസസ് PSG മത്സരം അങ്ങനെ എല്ലാം അടുപ്പിച്ച് അങ്ങനെ കോരി തരിപ്പിച്ച് അങ്ങനെ ശരീരത്തിൽ രക്തോട്ടമൊക്കെ അങ്ങനെ ചൂട് പിടിക്കാന്ന് പറയില്ലേ, അമ്മാതിരി ഒരു കളി കണ്ടിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ തമ്മിലുള്ള കളി ഇങ്ങനെയായിരിക്കും. ബസ്സും ട്രെയിനും കാറും ഒക്കെ പാർക്ക് ചെയ്ത് ചിലപ്പോൾ 1-2 ഗോളിനൊക്കെ അറേഞ്ച് ചെയ്യിക്കുന്നു. പക്ഷെ ആ 2 ഗോളും അടിക്കാൻ വേണ്ടി ഒന്ന് പെനാൽറ്റി എന്നുള്ള കാര്യം ആലോചിക്കണം. കളി ഫസ്റ്റ് ഹാഫിൽ ആർസണൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഡിക്ലൻ റൈസ് അങ്ങനെ എന്താ പറയാ, കുക്ക് ചെയ്യാന്ന് പറയില്ല, അങ്ങനത്തെ ഏർപ്പാടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇത് മനസ്സിലാക്കിയ സിമിയോണി പിള്ളേർക്ക് അങ്ങോട്ട് എനർജി അങ്ങോട്ട് കയറ്റി കൊടുത്ത് വിട്ടാക്കി. പിന്നെ സെക്കൻഡ് ഹാഫിൽ സിമിയോണിയുടെ പിള്ളേരുടെ കളി തന്നെയായിരുന്നു. അപ്പോഴും കുറെ ടൈമൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങാന്ന് പറയില്ലേ, എന്താ പറഞ്ഞാല് നമ്മൾ അതിന് മുമ്പത്തെ ദിവസം കണ്ട കളിയതാ. 9 ഗോൾ പിറന്ന ഒരു മത്സരമാണ്. 5 PSG വക, 4 ബയർൻ മ്യൂണിക്കിന്റെ വക. ഇന്ന് മൊത്തം 6 ഓൺ ഷോട്ടേ ഉള്ളൂ. ഓൺ ടാർഗറ്റ് ലീഗ് 6 ഷോട്ടേ ഉള്ളൂ. ഇന്നലെ നടന്ന മത്സരത്തിൽ 9 ഗോളുകൾ അടിച്ചു. ഒന്ന് ആലോചിക്കണം. അപ്പോൾ അത്ര ഉണ്ട് കളിയുടെ നിലവാരം. ഞാൻ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ കളി കാണായിരുന്നു. പക്ഷെ എന്നാലും ഫസ്റ്റ് ആ ആഴ്സണലിന് കിട്ടിയ പെനാൽറ്റിയിലോട്ട് ഗോൾ കണ്ടപ്പോൾ പിന്നെ ആഴ്സണൽ കളി ഇങ്ങനെ ടോപ്പാക്കി വരുന്നു വിചാരിച്ചു. എന്ത് ടോപ്പാക്കാണ്, ബിഗ് ഗെയിം. ആ ഒരു ഗെയിം കണ്ടാൽ തന്നെ ആഴ്സണലിന്റെ കൈയും കാലും മറിക്കുന്നുള്ള കാര്യം സെക്കൻഡ് ഹാഫിൽ മനസ്സിലാക്കി. സെക്കൻഡ് ഹാഫിൽ അത് മനസ്സിലാക്കിയ ആ സിമിയോണി പിള്ളേരോട് പറഞ്ഞു വെച്ചു, പരമാവധി പ്രസ് ചെയ്തോളി, ഫിസിക്കൽ ഗെയിം എടുത്തോളി, അവരെ ബോൾ തൊടിക്കരുത് പറഞ്ഞു. അതേപോലെ തന്നെ ആയി. അവസാനം ഒരു 10 മിനിറ്റ് 85 മിനിറ്റ് ശേഷം കുറച്ചേരം ആഴ്സണൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ പക്ഷെ മിസ് പാസുകളും അതേപോലെ ബോൾ കൺട്രോൾ ഇല്ലായ്മയും ഡിക്ലൻ റൈസ് ഒഴിച്ചു കഴിഞ്ഞാൽ പലവരുടെ കാര്യങ്ങളും എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടും ഇവിടെ ഗ്രൗണ്ടിൽ കളിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഡിക്ലൻ റൈസ് ഡിഫൻസിലും കുറെ സപ്പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ മിഡ്ഫീൽഡിലും അറ്റാക്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? അങ്ങനെ ഗ്രേസ്മാൻ മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിരിക്കുകയാണ്. ജൂലിയൻ ആൽവാരസ് 10 ഗോൾ എന്ന അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ചാമ്പ്യൻസ് ലീഗിലെ ഒരു പ്ലെയർ ഒരു ഇരട്ട സംഖ്യയിലേക്ക് കടക്കുന്നത് ആദ്യമായിട്ടാണ്. എന്താ പറഞ്ഞാൽ ഇവർ അത്ലറ്റിക്കോ മഡ്രിഡ് കൊടുത്തൊന്നും പറയാം, മുമ്പ് ഡിഫൻസ് ഒരു ഗോൾ അടിക്കും, പിന്നെ ഡിഫൻസ് വന്നിക്കും, അങ്ങനെ ഫൈനൽ വരെയൊക്കെ ചാമ്പ്യൻസ് ലീഗിന്റെ എത്തിയിട്ടുണ്ട്. റയൽ മഡ്രിഡിനോടാണ് പരാജയപ്പെട്ടത്. 16-17 സീസണിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ കളി എന്തായാലും അത്ലറ്റിക്കോ മഡ്രിഡിന്റെ മെട്രോപൊളിറ്റാനയിൽ ഇതാണ്. എന്താന്ന് പറഞ്ഞാൽ 2 ടീമിനും ചെങ്കിടിപ്പ് തന്നെയാണ്. അടുത്ത മത്സരം എന്താവും, എമിറേറ്റ്സിലൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. ഞാൻ ഫസ്റ്റ് ഗോൾ അങ്ങോട്ട് കിട്ടിയപ്പോൾ ആ ഒരു ഗോളിൽ ഇങ്ങനെ തൂങ്ങി ആഴ്സണൽ കളി അവസാനിപ്പിക്കുന്നു വിചാരിച്ചു. പക്ഷെ പിന്നെയും ഒരു പെനാൽറ്റി, മൂന്നാമത്തെ ഒരു പെനാൽറ്റിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ്, ഭാഗ്യം കൊണ്ടൊന്നല്ല, അത് ഇപ്പൊ ചിലപ്പോൾ കുറെ സോഷ്യൽ മീഡിയ കണ്ടു, പെനാൽറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു എന്താ പറഞ്ഞാല് ടച്ച് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ആ ബോൾ കുറച്ചുകൂടെ പോയിട്ടുണ്ടായിരുന്നു, ഏകദേശം കുറേക്കൊക്കെ എത്താനായിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റത്തെ ഒരു ഫൗൾ ഉണ്ടല്ലോ, പെനാൽറ്റി കിട്ടിയത് ഗെയ്ക്കുറാസിന് തള്ളിയിട്ടിട്ട് പെനാൽറ്റി കിട്ടുന്നത്, അത് ഒരുപാട് ബാഴ്സ ആരാധകരെ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചിലപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവര് കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഒരൊറ്റ കളി കൊണ്ട് തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം. ഇതേപോലെ ഡാനി ഓൽമോന്റെ അത്ലറ്റിക് മഡ്രിഡ് 2 ഡിഫൻഡർമാർ തമ്മിൽ പൂട്ടി, ബാക്കെന്നും തള്ളി, ഫ്രണ്ടെന്നും കോക്കയും അതേപോലെ ലോറന്റെ അതുണ്ട്, അങ്ങനെ 2 പേരും തള്ളിയിട്ടിട്ട് ആ ഒരു ഫൗള് ഒരു വാറിന് പോലും കൊടുത്തില്ല എന്നുള്ള കാര്യമാണ്. അത്രയും കൂടി ഇല്ല, ജസ്റ്റ് ബാക്കിൽ നിന്ന് കേക്കറസിൽ നിന്ന് ഒരു പുഷ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ അബാസ് ആരാധകരും ആ ഒരു നിമിഷം ഓർത്ത് വെച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് തിരിച്ചു കിട്ടിയില്ലുണ്ട്. അത് അത്രേ ഉള്ളൂ. ഒരേ ടൂർണമെന്റ്, ഒരേ റഫറിമാര്, ഒരേ വാർ ചെക്ക് ചെയ്യുന്ന എല്ലാം ഉണ്ടായിട്ടും ആ ഒരു ടൂർണമെന്റ് തന്നെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലാണ് നടന്നത്. 2 രീതി. എന്താ പറയാ, ബാഴ്സലോണയ്ക്ക് പെനാൽറ്റി ഇല്ല, ആഴ്സണലിന് പെനാൽറ്റി. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു. ഇനിയിപ്പോ കളി കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യമില്ല, എനിക്ക് അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു സാമ്യം തോന്നി, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ എത്ര പേർക്ക് ഇങ്ങനെ സാമ്യം തോന്നിയിട്ടുണ്ടെന്ന് അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് മറക്കരുത്. അതേപോലെ സിമിയോണി ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെ ഇതുവരെ തോറ്റിട്ടില്ല. 3 കളി വിജയിച്ചിട്ടുണ്ട്, 4 കളി സമനിലയായിട്ടുണ്ട്, തോൽവി അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി സെക്കൻഡ് ലെഗിൽ എമിറേറ്റ്സിൽ പോയിട്ട് എന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം 2 ടീമിനും ക്രൂഷ്യലാണ്. 2 ടീമിനും അത് എനിക്ക് എന്താ പറയുക, അത്ലറ്റിക്കോ മഡ്രിഡ് പറഞ്ഞാൽ അവർക്ക് ഹോം ഒന്നും വലിയ വിഷയമൊന്നുമല്ല. അവര് ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ മെട്രോപൊളിറ്റാനിൽ അവരുടെ ചാമ്പ്യൻസ് ലീഗിൽ ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ആ തുടക്കം മുതൽ 90 മിനിറ്റ് വരെ ആ ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഉണ്ടല്ലോ, അത് വേറെ വൈബ് തന്നെയായിരുന്നു. പക്ഷെ അതിനനുസരിച്ച്
എന്താ ബാഴ്സലോണയ്ക്കെതിരെയും അതേപോലെ തന്നെ റയൽ മാഡ്രിഡിനെതിരെയൊന്നും കളിച്ച പോലെ ഒരു കളി ആഴ്സണലിനെതിരെ കളിക്കാൻ പറ്റില്ല എന്നുള്ള കിടിലൻ ചാൻസുകൾ. ലുക്മാന്റെ ഒരു കിടിലൻ ചാൻസ്, കിടിലൻ പറഞ്ഞാൽ ഓപ്പൺ പോസ്റ്റിൽ അടിച്ച് കയറ്റേണ്ട സാധനമാണ്, നേരെ റൈക്ക് നേരെ അടിച്ചു കൊടുത്തു. പിന്നെ ഗ്രീസ്മാന്റെ ഒരു കിടിലൻ എന്താ പറയുക ഒരു ചിപ്പ്, അത് നേരെ പോയിട്ട് പോസ്റ്റിൽ തട്ടിയിട്ട് പോകണം. പിന്നെയും 1-2 ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഗോളാക്കി മാറ്റാൻ കിട്ടില്ല. ജൂലിയൻ ആൽവാരസിന്റെ ഫസ്റ്റ് ഹാഫിൽ ഒരു കിടിലൻ ഷോട്ട്, അത് റയ താട്ടി തെറിപ്പിച്ചത്. അതേപോലെ തന്നെ അവസാന നിമിഷത്തിൽ മൊളീനോ ഇറങ്ങി വന്നിട്ട് ഒരു റോക്കറ്റ് പൂൾ ഷോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് പോസ്റ്റിന്റെ മുകളിൽ കൂടെ പോയത്. അങ്ങനെ ഒരുപാട് അറ്റംപ്റ്റുകളൊക്കെ നടത്തിയില്ല, പക്ഷെ ഒന്നും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല, ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. ഇതാണ് 2 ടീമും ഡിഫൻസ് ഇങ്ങനെ ട്രെയിനും ബസ്സും കാറും എല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്ന ടീമുകളാണ്. സെൻട്രലിൽ കളികൾ മെനുന്നുണ്ട്, 2 ഡിഫൻസിന്റെ ഭാഗത്തുള്ള കളികളാണ് കണ്ടിട്ടുള്ളൂ. അതാണ് ഡിഫൻസ് ഒരു രക്ഷയില്ല. അതേപോലെ ബോൾ റിക്കവർ ചെയ്യുന്നതിലും അതേപോലെ തന്നെ എന്താ പറയാ ആഴ്സണലിന്റെ കാല് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പ എത്തി ഇവന്മാര് എവിടെന്നാണ് വരുന്നതെന്ന് ഒരു കിട്ടിയില്ല. ആ തിരിച്ച് ബോൾ കൺട്രോൾ ആക്കി പിന്നെയും കളി തുടരാണ്. എൻ്റെ ഇടയിൽ ജൂലിയൻ ആൽവാരസിന് ഒരു പരിക്ക് പറ്റുന്നുണ്ട്, പെട്ടെന്ന് ഒന്ന് ഇതായിപ്പോയി. എന്താ പറയുക വേൾഡ് കപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്ലേയേഴ്സ് പരിക്കിന്റെ പിടിയിലായിട്ട് വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതെന്ന് ഇങ്ങനെയാണ്. അത് കാരണം പെട്ടെന്ന് ആള് കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങണം. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പരിക്കുകളൊന്നും ഇല്ലാണ്ട് വേൾഡ് കപ്പിന് ഇനി സെറ്റ് ആവട്ടെ. എന്താ പറയുക വേൾഡ് കപ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വേൾഡ് കപ്പ് അത് കാണുന്നതിൽ തന്നെ രസം ഉണ്ടാവില്ല. ഒരുപാട് പ്ലെയർ ഇപ്പോൾ 10ഓളം പ്ലേയേഴ്സ് ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. ഒരുപാട് പേര് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്, നെയ്മർ ജൂനിയർ പോലെയൊക്കെ. അങ്ങനെ ജൂലിയൻ ആൽവാരസിന്റെയും ഗെയ്ക്കോറാസിന്റെയും ഓരോ പെനാൽറ്റിയിൽ സമനില പിരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ജൂലിയൻ ആൽവാരസ് എടുത്ത പെനാൽറ്റിക്ക് റയ എന്താ ഡൈവ് ചെയ്യാണ്ടിരുന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്താ പറയുക അനങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പെനാൽറ്റി എടുക്കുന്ന തൊട്ട് മുമ്പ് അസിസ്റ്റന്റ് കോച്ചാണ് തോന്നുന്നു, ചങ്ങായി വന്നിട്ട് റയോട് കുറെ നേരം ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പനാങ്കാക്ക് എങ്ങാനും എടുക്കാൻ ചാൻസ് ഉണ്ട്, നീ ഡൈവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. അതേപോലെ നിന്ന് ബോൾ പോകുമ്പോൾ ഇങ്ങനെ ഗോൾ പോസ്റ്റിന്റെ ഫ്രണ്ടിലേക്ക് നിൽക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു മെന്റാലിറ്റിയിലാണ് നിന്നത് തോന്നുന്നുണ്ട്. പക്ഷെ ജൂലിയൻ ആൽവാരസിന്റെ ഷോട്ട് പോസ്റ്റിന്റെ വലതുവശത്തോടെ അങ്ങോട്ട് കയറി. അങ്ങനെ 1-1 സമനില പിരിയാണ്. ഇനിയിപ്പോ എന്താ സെക്കൻഡ് ലെഗിൽ രണ്ട് സെമി ഫൈനൽ നിർണായകമാണ്. എന്താ പറഞ്ഞാൽ അവിടെ 5-4 ലീഡ് ഉണ്ട്. ബായൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടായ അലയൻസ് അരീനയിലാണ് പോയി കളി നടക്കുന്നത്. PSG ഒരു ഗോളിന്റെ മുൻതൂക്കമുണ്ട്, ശരിയാണ്. പക്ഷെ അലയൻസ് അരീനയിൽ 2 ടീം നിർണായകമാണ്, 2ഉം കിടിലൻ. അവിടെയും ഇനിയും ഗോൾ പറക്കും. ഗോൾ 10ൽ കൂടുതൽ ഗോളുകൾ പറക്കുന്നുള്ള കാര്യത്തിൽ 10+ ഗോളുകളൊക്കെ ഒരു ടീം ജയിക്കുക, 10-7 10-8 അങ്ങനെയൊക്കെ ആയിരിക്കും ജയിക്കുക. അത്രയും ഉണ്ടാവും. എന്താ പറഞ്ഞാൽ ഇവിടെ തീ പെയ്യുന്നിട്ടുണ്ടെങ്കിൽ അവിടെ തീമഴയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കളിയും മാറ്റൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ചിലപ്പോൾ ഉറക്കം അല്ല, ഫസ്റ്റ് ലെഗിൽ ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഉറക്കം തൂങ്ങിയിട്ടുണ്ടാവും. പക്ഷേ സെക്കൻഡ് ലെഗ് എന്തായാലും അവർക്ക് ജയിക്കണം. 90 മിനിറ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമോ അല്ലെങ്കിൽ പെനാൽറ്റിയിൽ കളി അവസാനിക്കണം. അപ്പൊ എന്തായാലും ഇതിലൊന്നും നിൽക്കൂല. അതും എമിറേറ്റ്സിലാണ്. എമിറേറ്റ്സിൽ ആർസണൽ അവരുടെ പരമാവധി എടുക്കും. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അറിയാതെ സിമിയോണി എന്തൊക്കെ തന്ത്രങ്ങൾ എടുക്കാൻ പറ്റും. എന്താ പറയുക സിമിയോണിന്റെ ഏകദേശം അവസാന സീസൺ ആയിരിക്കും ഇത്. അതേപോലെ ഗ്രീസ്മാൻ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിരിക്കുകയാണ്. അവിടെ മെട്രോപൊളിറ്റാനിൽ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവസാനം മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കും ചങ്ങായിക്ക്. ഇനി ചിലപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് ആ ജേഴ്സി കളിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നല്ല കളിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 14 ഷോട്ടുകൾ എടുത്തപ്പോൾ 5 എണ്ണം മാത്രം ഓൺ ടാർജറ്റ് ഉള്ളൂ. ചറ നടിയുണ്ടായിരുന്നു, ഏതൊക്കെയോ ഭാഗത്തു കൂടി പോയത്. ആർസണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8 ഷോട്ടുകളാണ്, അതിൽ 2 എണ്ണം മാത്രം ഓൺ ടാർജറ്റിലേക്ക്. 51% അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കയ്യിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു, 49% ആർസണലിന്റെ കയ്യിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 495 പാസുകൾ അത്ലറ്റിക്കോ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 480 പാസുകൾ ആർസണൽ കംപ്ലീറ്റ് ചെയ്തു. 94% പാസിംഗ് അക്യുറസി ഉണ്ടായ അത്ലറ്റിക്കോ മാഡ്രിഡിൽ അവിടെ 89% ഉണ്ടായിരുന്നു. 6 ഫോൾസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആർസണൽ 10 ഫോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡാണ് ആകെ എടുത്തിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയറിന്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 6 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സെറ്റ് പീസുകളുടെ രാജാക്കന്മാർക്ക് ഒരൊറ്റ കോർണറിനുള്ള അവസരം കൊടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ചില ഈ ഒരു എന്താ പറയാ ഫൗൾ അറ്റംപ്റ്റുകളൊക്കെ റഫറിമാരിന്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നു ആർസണലിൽ ഒരുപാട് ഫൗളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അത് വിളിച്ചില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് നന്നായിട്ട് ഫിസിക്കൽ കളിക്കുന്നുണ്ടായിരുന്നു, ബോഡി ടച്ച് കൊണ്ട് നന്നായിട്ട് ഫിസിക്കൽ കളിക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതിൽ ഒരുപാട് പ്ലെയേഴ്സ് വീടുണ്ടായിരുന്നു, പക്ഷെ ഫൗളുകളൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ പെനാൽറ്റിയുടെ കാര്യം, പെനാൽറ്റി അത് റഫറിയുടെ തീരുമാനത്തിനോട് ഞാൻ അനുകൂലിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി സെക്കൻഡ് ലെഗ് എന്തായാലും തീപ്പാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 മത്സരങ്ങളും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.